ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് വ്ളോഗ് പാർട്ട് 4. അപ്പോൾ നമ്മൾ സൈമറിൽ വന്ന അപ്പം തന്നെ വീഡിയോ എടുത്തു, എന്നിട്ട് പണിയെടുത്തു. അപ്പം തന്നെ 12 മണി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി ഗായ്സ്. അപ്പോൾ അന്നത്തെ പണി എന്ന് പറഞ്ഞത് മെയിനായിട്ട് സ്റ്റോക്ക് നോക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റായി ശ്രീതു ചേച്ചി പൗച്ച് തന്നു. ഇത്ര നേരം ഞാൻ എത്ര അപ്പോ എന്ന് പറഞ്ഞു എന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഇന്നത്തെ അപ്പോൾ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് നമ്മൾ പുറത്തുനിന്ന് സ്റ്റോക്ക് വരും. അപ്പോൾ അത് ചെക്ക് ചെയ്യണം, അതിൽ വന്നുണ്ടോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ ചെക്ക് ബൈ അഭിനന്ദ് KS അങ്ങനെ നമ്മൾ എഴുതണം. അതായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റോറിലേക്കാണ് സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്കെത്താം. ഉള്ളിലേക്കെത്താൻ ഗായ്സ്. സ്റ്റോർ നമുക്ക് തുറക്കാൻ താക്കോൽ വേണം. അപ്പോൾ താക്കോലിട്ടു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ലൈറ്റ് ഇട്ടു. ഇതാണ് അവസ്ഥ. ഇന്റേൺഷിപ്പ് പോലെ പണിയോട് പണിയാണ്, ഫുൾ പണി. പണിക്ക് നോ കോംപ്രമൈസ്. അപ്പോൾ നമുക്ക് കാണാം. പണിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ ലഞ്ച് നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂടൊക്കെ ഇല്ലേ, അപ്പോൾ സ്നാക്സിൻ്റെ കൂടെ ലൈം ജ്യൂസ് വാങ്ങിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് കിട്ടിയ നാരങ്ങയുടെ അതും കഴിച്ചു. എല്ലാ വീഡിയോയിലും പറയണ പോലെ ഞാൻ ബസ്സിലാണ് പോവാറ്. അപ്പോൾ കാലത്ത് തന്നെ 13 രൂപയുടെ ബസ് കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റോറിക്ക് പോയി സാധനങ്ങൾ എടുക്കാനാണ്. ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം 10:15 നമ്മൾ സ്റ്റോറിക്കാണ്, ഒറ്റയ്ക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം ഫാർമസി സ്റ്റോറിക്ക്. അപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്, നമുക്കത് ചെയ്യാം ഗായ്സ്. ഇതാണ് നമ്മുടെ ഫാർമസി സ്റ്റോർ. നമുക്ക് പെട്ടെന്ന് പണി ചെയ്യാം. പെട്ടെന്ന് പണി ചെയ്താൽ അടുത്ത പണി കിട്ടും. പണി തീരുമ്പോൾ പണി തരും. അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. ഇപ്പോൾ സമയം 10:40. നമ്മളിതെല്ലാം കഴിഞ്ഞു. ഇത് പിന്നെ NS. അപ്പോൾ നമുക്കിനി വീണ്ടും ഫാർമസിക്ക് സ്റ്റോറിക്ക് പോകട്ടോ. പുള്ളിന് കാണിച്ചു നോക്കാം. നമ്മളപ്പോൾ ഫുള്ളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു, ഒരു കാണാൻ കുഴപ്പമില്ലാത്തൊരു പീസും, പിന്നെ നല്ല റൈസുമാണ്, പിന്നെ സലാഡും, പിന്നെ അച്ചാറും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ് ചിക്കൻ്റെ ലെഗ് പീസ്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ പിടിച്ചു. എന്നിട്ട് നമ്മൾ ലെഗ് പീസ് പിടിച്ച് കഴിച്ചു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ബിരിയാണി എനിക്കിഷ്ടമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കും. അപ്പോൾ കഴിഞ്ഞു, നല്ല ബിരിയാണിയാണ്, മസ്റ്റ് ട്രൈ. അപ്പോൾ ഈ ചൂടത്ത് നമ്മൾ ജ്യൂസ് കുടിക്കും. ബിരിയാണിയൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മിനിമം എന്തായാലും ജ്യൂസ് കുടിക്കുക. അത് നമ്മുടെ ബോഡി ഒക്കെ ഒന്ന് ഹെൽത്തി ആക്കും, പിന്നെ ഡൈജസ്റ്റ് ആക്കും. അത് കഴിഞ്ഞ് നേരെ വർക്കിന് വന്നു. വീണ്ടും 5 മണിയായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. നമുക്ക് പോവാം. നടന്നാണ് പോകുന്നത്, ഫോൺ എടുക്കുന്നില്ല. വിഷ്വൽ ഡ്യൂട്ടി. എന്നൊരു പ്രത്യേകത കണ്ടു. സാധാരണ
ബസ്സിലൊക്കെ എല്ലാവരും ഫോൺ നോക്കാം. ഒരു ചേച്ചി മാത്രം പഠിപ്പുര നോക്കുമായിരുന്നു, പത്രം നോക്കണു. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ഒക്കെ നോക്കി പേടിപ്പിക്കണു എന്നെ. വീഡിയോ എടുക്കണം ചേട്ടാ പോകുന്നുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ഫാർമസി സ്റ്റോറിൽ ഏറ്റവും വില കൂടിയ മെഡിസിൻ ഇതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ. ഇന്നത്തെ ദിവസം സ്റ്റോറിക്ക് തന്നെ നമ്മൾ കാലത്ത് തന്നെ പോയി. അപ്പോൾ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നേരെ ഫുഡ് അടിക്കാൻ പോയി. 12 ആകുമ്പോഴേക്കും നമുക്ക് വിഷ് തുടങ്ങും. അപ്പോൾ നമ്മൾ അവിടെ പോയി സെൽഫി ഒക്കെ എടുത്തു. പിന്നെ മുടിയൊക്കെ ഒന്ന് ലുക്കാക്കി. ആൾക്കാരൊക്കെ കാണേണ്ടതല്ലേ, അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. പിന്നെ വെയിറ്റിംഗ് ആണ്. മുമ്പ് കേട്ടത് ലൈം അടിക്കണമെന്ന ശബ്ദമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലൈം വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഗായ്സ്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിനപ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പായിരുന്നു തന്നിക്കണത്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ആദ്യം കുറച്ചിട്ടു. പിന്നെ അടുത്ത പരിപാടി നമ്മൾ എത്ര ചിക്കൻ പീസ് ഉണ്ടെന്ന് എണ്ണിക്കഴിഞ്ഞു. കുറേ ഉണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ ജ്യൂസും കുടിച്ചു, നന്നായി. പിന്നെ അവിടെ ചെന്ന് സ്റ്റോറിൽ പോയപ്പോഴാണ് ഞാൻ ഇന്നത്തെ മെയിനായിട്ട് ചോദിച്ചത് നമ്മുടെ ഓരോ ബാച്ചിട്ടും സാധനങ്ങൾ പൊട്ടിച്ചിട്ട് നമ്മൾ ഓരോ റാക്കിൽ കയറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഗായ്സ്.